രമണി, ചായക്ക് ഇത്തിരി വെള്ളം വയ്ക്കുമോളെ. പെരവണിയുടെ ചെലവൊക്കെ രവിയുടെ സമ്പാദ്യോ അല്ലെങ്കിൽ ചങ്ങാതിയുടെ വകയോ? അതൊന്നും പറയണ്ട. രവിയുടെ പെട്ടിയില് 10,000 രൂപ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇത് എവിടെ തീരാനാ? ചന്ദ്രുവിന് സ്വന്തം അനിയനെ പോലെ ആയിരുന്നു അവൻ. ഇത് അവന്റെ കടമയാണെന്ന് അവൻ പറയുന്നു. ആളിത്തിരി മുനിശുണ്ടിക്കാരനല്ലേ? ദേ ചന്ദ്രു വരുന്നുണ്ട്. ചന്ദ്രുവിന്റെ കാര്യം പറഞ്ഞ് നാവ് എടുത്തുള്ളൂ. 100 ആയുസ. രമണി, ചായ വേഗം ചാക്ക്. ദേ ചന്ദ്രേട്ടൻ വന്നിട്ടുണ്ട്. നിൽക്കാൻ സമയമില്ല. പാലക്കാടിന് വൈക്കോലുണ്ടായ ഒരു പണി കിട്ടിയിട്ടുണ്ട്, പോണം. മരത്തിന് കാശ് കൊടുക്കണം. മരം വേണമെങ്കിൽ ഇന്ന് തന്നെ കാശ് കൊടുക്കണം എന്ന് അയാൾ വന്ന് പറഞ്ഞിട്ട് പോയി. കൊടുക്കാം, നാളെ വേണ്ടെന്നാവട്ടെ. മുളക് 100, മുളക് 100, പരിപ്പര, പരിപ്പര, പിണ്ണാക്ക് 2, പിണ്ണാക്ക് 2, കടുക് 50, കടുക് 50, വെളിച്ചെണ്ണ 200, വെളിച്ചെണ്ണ 200, 501 ബാർ അര, 501 ബാർ അര, അരിമട്ട 4, അരിമട്ട 4. വേറൊന്നുമില്ലോ? ഇല്ല. ഇതാ ആ 44 50. മുതലാളി, 2 കിലോ അരി സാമാനവും വേണം. കാശുണ്ടോ? അടുത്ത ആഴ്ചയില് കൊയ്ത്ത് തുടങ്ങുമ്പോ എല്ലാം കൂടി തരാം. എന്നാ കൊയ്ത്ത് തുടങ്ങിയിട്ട് കൊണ്ടുപോയാ മതി. ഇന്നലെ മുതല് ഒരു തുള്ളി വെള്ളം കുടിച്ചിട്ടില്ല. വേണ്ട, കുടിക്കണ്ട. മോൻ ഇംഗ്ലാവ് വിളിച്ച് നടക്കട്ടെ. കൊച്ചുവർക്കിക്ക് 10 തേങ്ങ പോയെന്ന് വെച്ച് ഒരു തേങ്ങയില്ല. സമരം ചെയ്ത് തോപ്പിക്കാൻ പോണു. കൊച്ചുവർക്ക് പണി കൊടുക്കലെന്ന് വെച്ചാൽ പിന്നെ ഈ നാട്ടിൽ എത്ര തെങ്ങുണ്ട് കയറാൻ? അവന് വിവരം ഇല്ലാണ്ട്. വിവരം കൂടിയിട്ടാ. ഈ നാട്ടിൽ ഒരുത്തൻ എന്റെ മുഖത്ത് നോക്കി മിണ്ടിയിട്ടില്ല. എന്നിട്ടൊരു പീറച്ചക്കൻ. മുതലാളി മാപ്പാക്കണം. അവൻ ഇനി ഒരു കുരുത്തക്കേടിനും പോവില്ല. ഒരു പെണ്ണ് പെറ്റു കിടക്കണുണ്ട്. അതിനിച്ചിരി കഞ്ഞിവെള്ളം കൊടുക്കാനാ. അരിയെങ്കിലും താ മുതലാളി. ഇത് വലിയ ഗതികേടായല്ലോ. കഴിഞ്ഞോടാ, നീ ബാങ്കിലേക്ക് പോയിക്കോ, ഞാൻ അങ്ങോട്ട് വന്നേക്കാം. ഈ തള്ളക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ കൊടുക്ക്. ശരി മലയാളി. അടുത്ത തെങ്ങേറ്റത്തിന് പാറ്റക്കാരെ കൊണ്ട് വരാൻ പറ മോനോട്.